ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ലോക പ്രശസ്തയായ ഒരോട്ടക്കാരി ഒരു മാരത്തോണിൽ പങ്കെടുക്കുവാൻ യാത്ര പുറപ്പെട്ടു. അവൾക്കാരെയും ഓടിത്തോൽപ്പിക്കേണ്ട കാര്യമില്ല. അവൾ ഓടി ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയവളാണ്. ആ മാരത്തോണിനെ തൻ്റെ സാന്നിധ്യത്താൽ ഒന്ന് പിന്താങ്ങണം, അത്രമാത്രം. അവൾ വാഹനമോടിച്ച് വഴിതെറ്റി ഒരു പെട്രോൾ പമ്പിൽ ചെന്നു കയറി. മാരത്തോൺ നടക്കുവാൻ സമയമായി. അവൾ ചെല്ലുവാൻ താമസിച്ചിരുന്നു. പെട്രോൾ പമ്പിലെ ജീവനക്കാരനോട് അവൾ ചോദിച്ചറിഞ്ഞു മാരത്തോൺ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന്. അവിടേക്കവൾ വേഗത്തിലെത്തി. അവളെ കണ്ടവർ ആശ്ചര്യഭരിതരായി. ലോകപ്രശസ്തയായ ഈ താരം ഇവിടെ എത്തിയോ? അവൾ അവരുടെ കൂടെ ഓടി. അന്നത്തെ മാരത്തോണിൽ അവൾ ഒന്നാമതായി. കൂടെ ഓടിയവർക്കും സംഘാടകർക്കും സന്തോഷമായി. ആഘോഷത്തിനിടയിൽ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വന്നു. അവർ ഒട്ടും സന്തോഷമില്ലാതെ അവളോട് സംസാരിച്ചു. നീ എന്തിനാണ് ഞങ്ങളെ പറഞ്ഞു വഞ്ചിച്ചത്? നീ ഓടുവാൻ വരുമെന്ന് കാത്ത് ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. നീയോ ഈ ചെറിയ മാരത്തോൺ ഓടുവാൻ വന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, അവൾ ഓടുവാൻ വാക്ക് കൊടുത്തിരുന്ന ഓട്ടക്കളവും അവൾ ഓടിത്തികച്ച മാരത്തോണും വ്യത്യസ്തമായിരുന്നു എന്ന്. പെട്രോൾ പമ്പുകാരൻ അവനറിയാവുന്ന ഓട്ടക്കളം കാണിച്ചു കൊടുത്തു. അവൾ ഓടി, അനേകരെ സന്തോഷിപ്പിച്ചു. എന്നാൽ ഓടേണ്ടിയിരുന്ന ഓട്ടക്കളം മറ്റൊന്നായിരുന്നു. അല്പം താമസിച്ചതിനാൽ നഷ്ടമായത് അമൂല്യമായ ഒരു വിജയമായിരുന്നു. നമ്മുടെ ജീവിതവും ഇങ്ങനെയാകുവാൻ അധിക സമയം വേണ്ട. ഒരല്പം പതറിയാൽ, അവിശ്വസിച്ചാൽ, മറ്റുള്ളവരുടെ വാക്കുകേട്ടാൽ നമുക്ക് നഷ്ടമാകുന്നത് നമുക്കായി ദൈവം കരുതി വച്ചിട്ടുള്ള നന്മകളാണ്. ഈ നന്മകൾ നമ്മുടെ കരങ്ങളിലെത്തുവാനായി ഓടുമ്പോൾ ഓട്ടക്കളം കൃത്യമായിരിക്കണം. ഇന്ന് എല്ലാവരും ഓടുകയാണ്. മറ്റുള്ളവർ വെച്ച് നീട്ടിയ ദിശയില്ലാത്ത ഓട്ടം. മറ്റുള്ളവരെ തകർത്തും തടഞ്ഞും വാശിയോടെ ഓടുന്നവർ, പേരിനും പ്രശസ്തിക്കുമായി ഓടുന്നവർ. എന്നാൽ നിന്റെ ഓട്ടം ദൈവീക വിളിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവനെ നോക്കി ഓടണം. അംഗീകരിക്കേണ്ടത് അവനാണ്. പ്രതിഫലം സ്വീകരിക്കേണ്ടത് അവൻ്റെ പക്കൽ നിന്നാണ്. 2 തിമോത്തിയോസ് 4:7. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.